ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പിൻട്രസ്റ്റ് നോക്കുന്ന ടൈമിലാണ് ഈ ഒരു സംഭവം കണ്ടത് കേട്ടോ. അപ്പം ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ചെറിയൊരു മണി പ്ലാന്റ്. അപ്പം ഞാൻ വിചാരിച്ചു ഇതങ്ങ് ഉണ്ടാക്കി വെക്കാമെന്ന്. അപ്പോൾ ഞാനിവിടെ നൂൽക്കമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചുകൂടി കട്ടിയുള്ള വെച്ചാൽ നൂൽക്കമ്പി ആണെങ്കിൽ ഒന്ന് നല്ലോണം നിൽക്കും. ഇതിപ്പോൾ ഞാൻ ഒട്ടിച്ച് കഴിഞ്ഞിട്ടും ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് പോകുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള നൂൽക്കമ്പി എടുക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ ഞാൻ ഈ ഒട്ടിച്ചിരിക്കുന്ന സാധനം എന്ന് വെച്ചാൽ നമ്മളെ എന്താണ് പറയുക, നമുക്ക് മുറിയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് അതിന് ഒട്ടിക്കുമല്ലോ. സംഭവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളടുത്ത് ഈ ഒരു സാധനം ഇല്ലെങ്കിൽ A4 ഷീറ്റ് വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് നിങ്ങൾ വെട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി വലുതുണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കുറച്ചുകൂടി രസം ഉണ്ടാവും കാണാൻ ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ഇത് ഞാൻ വീഡിയോയിൽ കണ്ടപ്പം അതുപോലെ അങ്ങ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങൾ A4 ഷീറ്റ് വെച്ച് ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇതവിടെ 6 എണ്ണമാണ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളത്. 6 എണ്ണം ലീഫിൻ്റെ ഷേപ്പിൽ, ഓരോന്നിനും ഓരോരോ ഷേപ്പുമാണ്. പിന്നെ അതുപോലെ നീളം എന്ന് പറയുകയാണെങ്കിൽ ഉള്ള നൂൽക്കമ്പി വെച്ചിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ലൈറ്റ് ഗ്രീൻ പെയിൻ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ വല്ലാത്ത ലൈറ്റ് ഗ്രീൻ ആയിപ്പോയി. കാരണം ഒരു ഇലയായിട്ട് തോന്നുന്നില്ല എനിക്കത് കൊടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പം ഞാനിത് വീഡിയോ ഒക്കെ ഓഫാക്കി കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം നോക്കുന്നത്. അതിൽ ഞാൻ നേരെ പോയിട്ട് കുറച്ചുകൂടി ലൈറ്റല്ല ഡാർക്ക് ഗ്രീന് അങ്ങനെ അടിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് മുഴുവൻ അങ്ങോട്ട് അടിച്ചെടുത്തപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത്. അപ്പോൾ അതവിടെ മേശയിൽ നിരത്തി വെച്ചതാണ് കേട്ടോ, ഉണങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് വലിയ സമയമൊന്നുമില്ല. കാരണം എനിക്കിതിൻ്റെ ലാസ്റ്റ് ലുക്ക് കാണാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഇതിനൊരു കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പെയിൻറ്റിങ് കുപ്പി. അപ്പോൾ ഇതിനകത്തുള്ള പെയിൻറ്റ് ഞാൻ വേറൊരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അതെടുത്ത്. അപ്പോൾ നമുക്കിത് മൂടി വേണ്ട, ഇതിൻ്റെ സാധനം മാത്രം മതി. അപ്പോൾ നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. അങ്ങനെ കഴുകി നല്ലോണം വൃത്തിയാക്കിയിട്ടുണ്ട്. പറ്റുന്ന പോലെ കഴുകിയിട്ടുണ്ട് കേട്ടോ. എന്നാലും കുറച്ചൊക്കെ പെയിൻറ്റ് അവിടെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് അത് പോക്കാൻ ചെറിയൊരു പണിയുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ വെള്ളത്തിലേക്ക് കുറച്ച് പശയും അതുപോലെ പേപ്പറും കൂടി പിച്ചി ഇടുമല്ലോ, അങ്ങനെ ഇട്ടിട്ട് അത് പശ വെച്ച് അങ്ങ് ഒട്ടിച്ചതാണ് കേട്ടോ സംഭവം. അതാകുമ്പോൾ പിന്നെ പെയിൻറ്റ് പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. അപ്പം ഇതിലേക്ക്